നമ്മളെ പോത്തിൻ്റെ കാല്. ഈ പോത്തിൻ്റെ കാലെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നല്ല സൂപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം വൃത്തിയാക്കുന്നത്. ഇതിപ്പോൾ പെരുന്നാളിന് അറുത്തതിൻ്റെ നല്ലതാണ്. അപ്പോൾ സൂപ്പ് വെക്കാനുള്ള പരിപാടിയും നോക്കാം നമുക്കാവുന്നു. സൂപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല പോത്തിൻ്റെ കാല് ഇതാ ഇടാ. ഇതിന് വൃത്തിയാക്കും. നല്ല ഇത് കുരുമുളക് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേപ്പിച്ച തിന്നാൻ ഒരു ഒന്നൊന്നര ടേസ്റ്റുള്ള സാധനമായിട്ട്. മക്കളെ, ഇതൊക്കെ നമ്മളെ തണുത്ത വെള്ളം കുടിച്ച് കിടക്കുന്ന കുപ്പികളാണ് കേട്ടോ. സവനപ്പും വാങ്ങി കഴിച്ചു. പിന്നെ ഇതാ ചൂടിപ്പം കുറച്ച് മഴയായതുകൊണ്ട് ഇപ്പോൾ കുപ്പിയിൽ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പുറത്ത് പോടാ, പുറത്ത് പോടാ. എന്ത് ഇത് ഫുള്ള് ഇറച്ചിയാണ്. ഇത് നമ്മൾ രണ്ടാൾ കൂടിയിട്ട് ആക്കുന്നതാണ്. നമ്മളപ്പുറത്തെ വീട്ടിലും നമ്മളും കൂടിയിട്ട് ഷെയറായിട്ട് ഒരു പോത്ത് സൂപ്പ്, പോത്തിൻ്റെ കാല് സൂപ്പ് ഷെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അടുപ്പിന്ന് ഇതാക്കിയിട്ട് നമ്മൾ വൈകുന്നേരം ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവർക്ക് കൊടുക്കൂല, നമ്മൾ ഒറ്റക്ക് തിന്നും. ഇത് അടുപ്പത്ത് വേവിക്കുന്ന, കുക്കറിലൊന്നും ഇത് കൊള്ളൂല. അപ്പോൾ ഇത് കുറേ ടൈം വേണ്ടി വരും അല്ലേ? നല്ലോണം നല്ലോണം ഇത് വേവേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് വെന്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. തിന്നുന്ന ടൈമിൽ പുറത്ത് കുരുത്തക്കേട്. ഞാൻ പാവം പോട്ട് ചേച്ചിട്ട് തടി കൊടുക്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഇടങ്ങറാക്കല. ഇതുവരെ ഇത് തന്നെ കേട്ടോ. പൂച്ചൻ്റെ തരും, വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് തരും കേട്ടോ. അവിടെ നിങ്ങൾക്ക് വെയിറ്റ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് മഴയൊക്കെ ചാറ്റലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഇതാണ് കാലാവസ്ഥ. വിറക് നല്ലോണം കത്തുന്നുണ്ട് കേട്ടാ. ഇത് കൊണ്ടേക്കാൻ അതിനാ തട്ടങ്ങ് മാറ്റണം. വലിയ പാത്രമല്ലേ. നമ്മുടെ അതായത് നട നമ്മുടെ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് നല്ല വിറകൊക്കെ കത്തുന്നുണ്ട്. വേഗം വെക്കണേ, നല്ല വിറകുണ്ട് കത്തുന്നു. ഞാൻ അടുപ്പത്ത് പോയി നല്ല വിറകെല്ലാം എടുത്ത് തീയാക്കിയിട്ടുണ്ട്. ചോറൊക്കെ വെച്ച് അവിടെ ഇറക്കി അടുപ്പ് നല്ലോണം തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇത് മുറിച്ചിടുന്നില്ല. കുരുമുളക് പൊടിയില്ല, അപ്പുറത്ത് വാങ്ങണം. അവരോട് പറയണം, അവരതും കൂടി ആട്ടാ. നമ്മളെ രണ്ടാളതും കൂടിയാണ് ഇത്. ഇത് വന്നിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം നട അടുപ്പത്തെത്തിയിട്ടുണ്ട്. നല്ലോണം നല്ലോണം പറഞ്ഞു. ഒരുപാട് വെള്ളമായിപ്പോയില്ലേ? അപ്പോൾ നമ്മുടെ പണ്ടായിട്ട് ഇവിടെ നട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിടണ, ഉപ്പും മഞ്ഞൾപ്പൊടിയിലുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും. കുരുമുളക് പൊടി ലാസ്റ്റ് ഇടാവും. അപ്പോൾ ഉപ്പും മഞ്ഞൾ വേഗം ഇടാല. മഞ്ഞൾ ഇടുന്നതെന്ന് വെച്ചാൽ അതിൽ എന്ത് വിഷാംശം ഉണ്ടെങ്കിലും മഞ്ഞൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഇടുന്നത്. നിലവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഉണ്ടേ വേണമെങ്കിൽ നമുക്ക് ഇടണ്ടേന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ്ട. പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി. കട്ടൻ ചായ റെഡിയാ. കട്ടൻ ചായ കുടിച്ചോ. ചെമ്പ് ഇപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചെമ്പ് തേക്കൂലേ? ചെമ്പിന് വിശ്വാസില്ല. ചെമ്പ് കരിയൂന്നാ പറയുന്നത്? അല്ല, വണ്ണം കുറവ്. അതാ ഞാനും പറഞ്ഞ മതി. ചെമ്പ് തേക്കണ്ടേ? അപ്പോൾ ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, വെയിറ്റിംഗ്. എന്താ പറയുക, നല്ല സൂപ്പായി. അതിൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളമുണ്ട്. കുറച്ചുള്ള നല്ലോണം വെന്തിനാ. അടിപൊളിയായിട്ട് വന്നിന്. വീഴാതിരിക്കാനും കുറേ സമയം 2-3 മണിക്കൂർ വെന്തല്ലേ? അടുപ്പത്ത് തന്നെ 2-3 മണിക്കൂർ വെന്ത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സാധനം നട എന്ന് പറയും. നട ചക്കയിലിട്ട് വെക്കൂല, ചക്ക, കപ്പ. നമുക്ക് ഇതില് അപ്പോൾ നമുക്കിത് രണ്ടായി വീതിക്കാണ്ട് നമുക്കൊന്ന് അടുത്ത വീട്ടിലുള്ളവർ നമ്മൾ രണ്ടാളും കൂടി ചെയ്തതാണ്. അവരടുപ്പിൽ തന്നെ വേവിക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് പരിപാടി കേട്ടോ. ശരിക്കും നമ്മളെ ചിക്കൻ്റെ കുറവാണ് കടിക്കാൻ. അത് എന്തിനാപ്പാ എന്തിനാ അങ്ങനെ കൂടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
നമ്മുടെ ഇന്നത്തെ നട ഇങ്ങനെ വേവിച്ചിട്ടുണ്ട്. നട സ്പെഷ്യൽ നട. ഇത് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരു നല്ലൊരു മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല മഴയൊക്കെ പെയ്തു. കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, ഉച്ചക്കും കുറച്ച് വെയിലുണ്ട്, ഇടയ്ക്ക് 2 മഴ പെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരാൻ ബൈ.